സ്വഹീഉൽ ബുഖാരിക്ക് വിശ്വപ്രസിദ്ധമായ വ്യാഖ്യാനം ഫത്ഹുൽ ബാരി എഴുതിയെത്ത മഹാനാണ് അൽ ഹാഫിൽ അഹ്മദ് ബിൻ അലി ബിൻ ഹജറിനിൽ അസ്കലാനി റളിയല്ലാഹു അൻഹു. ഹിജ്റ 852 വഫാത്തായി, സുമാർ 500 വർഷത്തിന് മുന്നുള്ള ആ മഹാൻ. പിന്നെ സ്വഹീഉൽ ബുഖാരിയുടെ വ്യാഖ്യാനം ഫത്ഹുൽ ബാരിയുടെ രണ്ടാമത്തെ ജുസു 592 കിതാബുൽ ഇസ്തിസ്ഖാ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബാബുൽ ഇസ്തിസ്ഖായിൽ കുറേ ഹദീസ് കൊമ്പുണ്ട്, മല തേടരംഗത്തെ വിഷയങ്ങളാണ് അതിൽ ചൊല്ല്. അവിടെ ഫത്ഹുൽ ബാരി ഇബ്ൻ ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു ഒരു സംഭവം ബഹുമാനപ്പെട്ട ഇബ്ൻ അബി ഷൈബ റളിയല്ലാഹു അൻഹു മുസന്നഫുൽ ഉദ്ധരിച്ച ഒരു സംഭവം വിശദീകരിക്കുന്നു. ഇസ്നാദിൻ സ്വഹീഹിൻ, സ്വഹീഹായ ഇസ്നാദാണ്, മാലിക്കുദ്ദാറിനെ തൊട്ടാണ് റിപ്പോർട്ട്. അയാൾ ചൊല്ലു, അസാബന്നാസ കഹ്തുൻ ഫീ സമനി ഉമറ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ആൾമാർക്ക് വലിയ ക്ഷാമം വന്നു, മലയില്ല. ഫജാ റജുലുൻ ഇലാ ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിനെ മുട്ട വന്ന് ഫഖാല യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തസ്ഖി ഉമ്മതി. ഓ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ ഉമ്മത്തുക്ക് നിങ്ങൾ മല തേടണു, അങ്ക് മലയില്ല. ഫഇന്നഹും ഖദ് ഹലക്കു, അങ്ങനെ നശിച്ചു പോയിടാറ്, തന്നെയില്ല, ബുദ്ധിമുട്ടുണ്ടു. അങ്ങനെ ഫഉതിയർ റജുലു ഫിൽ മനാം, അല്ലെങ്കിൽ ഫഅതർ റജുല ഫിൽ മനാം ഫഖീല ലഹു. അയാൾക്ക് സ്വപ്നം കണ്ടെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തി ഉമറ, അത് നീണ്ട ഹദീസാണ്, ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടിയെ പോയി ചെല്ലണു, അങ്ക് മല കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്ന് ചൊന്തുണ്ട്. കൂടെ ഇമാം ഇബ്ൻ ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു മല തേടുന്ന സംഭവം വിശദീകരിക്കുന്നവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിപ്പോയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിനെ മുട്ട വന്നിട്ട് ഒരാൾ ഈ സംഭവം അഥവാ സഹായം കേട്ടുകൊണ്ടുണ്ടു. വഖദ് റവാ സൈഫുൻ ഫിൽ ഫുതൂഹി അന്നല്ലദീ റഅൽ മനാമൽ മദ്കൂറ ഹുവ ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസനി അഹദുസ് സ്വഹാബ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഇബ്ൻ ഹജർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കൂടെ ഈ സ്വപ്നം കണ്ടെങ്കത്ത ആൾ, അല്ലെങ്കിൽ ഖബറിനെ മുട്ട പോയി സഹായം കേട്ടത് ബിലാൽ ഇബ്നു ഹാരിസുൽ മുസനി റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന പ്രസിദ്ധരായ ഒരു സ്വഹാബിയിട്ട് ഇബ്ൻ ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു ചൊന്നുകൊണ്ടുണ്ട്. അപ്പോൾ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പോയിട്ട് സഹായം കേട്ടുകൊണ്ടുള്ളേ. ഓ അങ്ങ് സഹായിക്കിടാറുണ്ടായെങ്കിൽ യാ റബ്ബി, ഒരാളെ ക്ലിപ്പ് കേട്ട പോലെ സഹായിക്കിടാറുണ്ടായെങ്കിൽ പിന്നെന്തിനാണ് വഫാത്തായപ്പ അങ്ങളെ കുളിപ്പാട്ടിരെന്തിക്ക് അങ്ങളെ ദഫനാക്കിടെന്തിക്ക് യുക്തി കൊണ്ട് ചോദ്യം കേൾക്കണമെങ്കിൽ താൽമാറുള്ളാർ. അത് വേറെ ധർമ്മമായിട്ടിരിക്കും, ഇസ്ലാം ധർമ്മം അങ്ങനെയല്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിനെ മുട്ട പോയിട്ട് സ്വഹാബിയാണ് സഹായം കേട്ടുകൊണ്ടുള്ളേ. ചൊന്നത് ഇബ്ൻ ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു ആണ്. മുസ്ലിം ലോകത്ത് ഇത് ധാരാളമാണ്. ഇവിടെ ഞാൻ ഒരു വിചിത്രം അത്ഭുതം കണ്ട്, അഥവാ ഫതുൽ ബാരിക്ക് ടിപ്പണി എൽദിർ ഇബ്നു ബാസ് ചൊല്ലെങ്കത്താൾ. അയാൾ പിന്നെ ഇബ്നു ബാസ് നവംബർ 1999 നവംബർ 22 മരിക്കിടയാൾ, അഥവാ ഹിജ്റ 1421 27 വർഷത്തിന് മുന്നോൾ. ആ ഇപ്പോൾ അടുത്ത് മരണപ്പെട്ടു പോയെങ്കത്തെ ഇബ്നു ബാസയ്ക്ക് ഒരു തഅലീഖ് എഴുതുമ്പോൾ, ടിപ്പണി എഴുതുമ്പോൾ ഇതാണ് ഫത്ഹുൽ ബാരി. ഇത് ഒരു ഗെറ ഇട്ടിട്ട് അടിയിലാണ് ടിപ്പണി എഴുതിക്കൊണ്ടുള്ളത്. ആ ടിപ്പണി ഒന്ന് ഞാൻ വായിച്ച് നോക്കിയാൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിനെ മുട്ട പോയിട്ട് ഒരു സ്വഹാബി സഹായം കേട്ടിട്ട് അതിലെ ഒരു എതിർപ്പും ഇല്ലാണ്ട് ഇബ്നു ഹജർ അൽ അസ്കലാനി അംഗീകരിച്ചുകൊണ്ടുണ്ട്. അയാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം കേട്ടെങ്കത്തെ ആളാണ്. പക്ഷേ ഇങ്കതാവില്ല, ഇങ്ങൊരു ആശയം ഉണ്ടാക്കിയിട്ടായിട്ട് അതിലെങ്ങനെങ്കിലും ആക്കിയിട്ട് ഇല്ലാണ്ടാക്കണം. കൂടെ അയാൾ തഅലീഖ് എഴുതരെ ആരെ തിദ്രേന്ന് നോക്കണു. SLC പഠിച്ചെങ്കത്തെ ആളെ LKG ആൾ തിദ്ദും പോലത്തെ വിഷയമാണ് കൂടെ. ഈ ഇബ്നു ബാസ് ഹാദൽ അസറു അലാ ഫർദി സിഹത്തി, അയാൾ ഉരുണ്ടിട്ട് മറിഞ്ഞുകൊണ്ടുണ്ട്. ഇയാൾക്ക് ഇത് ദഹിക്കില്ല, ചൊന്നെങ്കിൽ ഇയാൾ ആശയത്തെ ഇത് ഒക്കില്ലല്ലേ, വഫാത്തായാൽ പിന്നെ സഹായം കേട്ടോണ്ടുള്ളാറ്, ഇത് ശിർക്കല്ല, അങ്ങനെ ഇങ്ങനെയല്ലേ ചൊന്നിട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ അയാൾ ചൊല്ലി ഇത് സ്വഹീൻറ്റ് വെച്ചെങ്കിലും ലൈസ ബിഹുജ്ജ, ഇത് തെളിവല്ല. ഇങ്ങെല്ലാവരും ചൊല്ലി ഇത് തെളിവുണ്ട്, ഇയാൾ ചൊന്നുകൊണ്ടുള്ള ഇത് തെളിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വഫാത്തിൽ പിന്നെ മല കേൾക്കുക തെളിവല്ല. കാരണം എന്തേ, ആ കേട്ടാൽ ആരും ഗൊന്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ഒരാൾ വന്ന് ആ സംഭവം എല്ലാം ഇമാമിങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ളാറ്, ആ ബന്നാൾ ആരും ഗൊന്തില്ല. യാ റബ്ബി, ബന്നാൾ ആറുണ്ട് ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടല്ലേ, വിശദീകരിച്ചിട്ടും ഇയാൾ ചൊന്നുകൊണ്ടുള്ള വന്നാൾ ആറ് ഗൊന്തില്ല. അത് കണ്ണു മുച്ചിട്ട് ചിമ്മാക്കിയ പോലത്തെ എനിക്കത്തെ വിഷയമാണ്. എന്നിട്ട് സ്വഹാബത്തെല്ലാവരും ഇങ്ങനെ ആക്കിയിട്ടില്ല, അങ്ങനെയാണ് അയാൾ ചൊന്നുകൊണ്ടുള്ളത്. ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിനെ മുട്ട വന്നിട്ട് ഇങ്ങനെ കേട്ടിട്ടില്ല, ഇങ്ങനെയല്ല ചൊന്നിട്ടു. പിന്നെ അയാൾ ചൊന്നുകൊണ്ടുള്ള അന്നമാ ഫഅലഹു ഹാദർ റജുലു മുൻകറുൻ വവസീലത്തുൻ ഇല ശിർക്ക്. എങ്ങനെ ഉണ്ട് ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു സ്വഹീഉൽ ബുഖാരിയുടെ ഷർഹിൽ ഈ സംഭവം ചൊന്നിട്ടു. ഇതാക്കിയാൾ ഒരു സ്വഹാബിയാണെന്ന് ചൊന്നിട്ടു. ഒരു എതിർപ്പും ഇല്ലാണ്ട് എല്ലാ ഇമാമിങ്ങൾ പോകുമ്പോൾ ഇത് ടിപ്പണി എഴുതിരങ്കത്തെ ഇബ്നു ബാസ് ഇന്നത്തെ ഈ ചൊന്ന പുതിയ ശിർക്ക് തൗഹീദിലെ അതിലെ നേതാക്കന്മാർ അതിൽപ്പെട്ട ഒരാൾ അയാൾ ചൊന്നുകൊണ്ടുള്ളേ ഇത് ശിർക്കുള്ളൊരു തെരുവാണ്, ഈ വന്നെങ്കത്താളെ ഗൊന്തില്ല, ഇങ്ങെല്ലാവരും ശിർക്കാക്കിയാറപ്പ. ഇതിലെ ഇമാമിങ്ങൾ ഇൽമുടെ ആൾമാർ ശിർക്കിൽപ്പെട്ടാറ്. എന്നിട്ട് ബിലാൽ ഇബ്നുൽ ഹാരിസിന് വന്നറല്ലേ, അതിലെല്ലാം ഇഷ്കാലുണ്ട്. ഇബ്നു ഹജർ അൽ അസ്കലാനിക്ക് ഇഷ്കാലില്ലാവാ, ഇയാൾക്ക് ഇഷ്കാലുണ്ട്.
ബൂണ്ട് മറിയിൽ നോക്കൂ ഇനി അത് ഇഷ്കാലില്ല സ്വഹീൻറ്റ് വെച്ചെങ്കിലും ലാ ഹുജ്ജത്തഫി ലാസ്റ്റത്തെ പ്രൂഫ് അതിലൊരു തെളിവില്ല അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇയാൾ ചൊന്നത് ഞങ്ങൾ സ്വീകരിക്കണം. അല്ല ഇബ്നു ഹജറുൽ അസ്ഖലാനിയും ചൊല്ലെ സ്വഹീഉൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ വലിയ മഹാനാണ്, ലക്ഷക്കണക്ക് ഹദീസ് കൊണ്ടുള്ള അങ്ങ ചൊന്നത് സ്വീകരിക്കും. അങ്ങ ചൊന്നതുണ്ടല്ല അങ്ങ തെളിവ് സഹിതാണ് ചൊന്നുകൊണ്ടുള്ളേ. അപ്പോൾ ഇയാൾ ചൊല്ലെ ഇനി സ്വഹീൻറ്റ് വെച്ചെങ്കും സ്വഹീയല്ല ചൊന്ന് വന്നിട്ട് ലാസ്റ്റ് ചൊല്ലെ ഇനി സ്വഹീൻറ്റ് വെച്ചെങ്കും അതിൽ തെളിവില്ല, അത് നമുക്ക് സ്വീകരിക്കുകയാവില്ല ചൊന്നെങ്കിൽ നിങ്ങളാശയത്ത് അത് എതിരാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് നിങ്ങൾ സ്വീകരിക്കണമുണ്ടാ. ഇവിടെ എല്ലാം ഇമാമിങ്ങൾ അതല്ലേ പരിപാടി കൊണ്ടുള്ളേ. ഈ സ്വഹാബി റളിയല്ലാഹു അൻഹു ആക്കിയത് മെയ്യല്ലേ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ടാക്കിയ ഒരു ഹദീസിൽ അൻ അബീ ഹുറൈറത്ത അല്ലെങ്കിൽ ഔ അബീ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ചൊന്നിട്ടു ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി റിയാദുസ് സ്വാലിഹീനിൽ ഒരു ഹദീസ് കൊമ്പുണ്ട്. അപ്പോൾ ഏത് റിപ്പോർട്ടാക്കിയ സ്വഹാബി ആരെന്നിട്ട് ഒരു സംശയം. എന്നിട്ട് അവർ ചൊല്ലുക വലാ യദുറു ശക്കു ഫി ഐനി സ്വഹാബിയിലി അന്നഹും കുല്ലഹും ഉദൂൽ. സ്വഹാബി ആരെന്ന് ചൊന്നിട്ട് സംശയം വന്നെങ്കിൽ തോന്നറിയില്ല. കാരണം സ്വഹാബി എല്ലാവരും നീതിമാന്മാരാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ല സ്വഹാബി ചൊല്ലു മൻ കാന മുസ്തന്നം ഫല്യസ്തന്ന ബിമൻ ഖദ്മാത് ഉലൈക അസ്ഹാബു മുഹമ്മദീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു ചര്യ സ്വീകരിക്കുക ഉദ്ദേശിക്കാറുണ്ടെങ്കിൽ അങ്ങ് മരിച്ചുപോയെങ്കിൽ ആൾമാരെ ചര്യ സ്വീകരിക്കട്ടെ, അത് അസ്ഹാബ് മുഹമ്മദാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബിയാണ്. മൊത്തത്തിൽ നിനക്ക് ചെല്ലവുള്ളേ ഊടെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിൽ പിന്നെ സഹായം കേട്ടപ്പോൾ ചില ആൾമാർക്ക് അത് ദഹിക്കില്ല. അങ്ങ് ചൊല്ലാറ് എങ്ങനെ സഹായം കേട്ടേ അങ്ങൾ ദിത്തരെ മരിക്കലോടെ തീന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പോസ്റ്റ്മാൻ്റെ സ്ഥാനം മാത്രമാണ് അങ്ങ് കൊടുക്കൂടെ. ഖുർആൻ എത്തുവാട്ടിത്ത് 63 വർഷത്തിൽ തീന്ത്. മുസ്ലിം ഉമ്മത്ത് അങ്ങനെയല്ല. ആ മുസ്ലിം ഉമ്മത്ത് ഇന്നും സഹായാക്കിട് ഇന്നും ഞങ്ങളെ അമൽ കാണ്ടെന്ന് ചൊല്ലത് ഖുർആൻ്റെ നസ്സാണ്, വ്യക്തമാണ്. ഖുൽ അമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വഫാത്തോടുകൂടെ എല്ലാം തീന്തെന്ന് ചൊല്ലത് പുതിയ ധർമ്മമാണ്. ഇസ്ലാം ധർമ്മം അങ്ങനെയല്ല, അത് മഹാന്മാരായ സ്വാലിഹീങ്ങളാണ്. ഈ ഒരു സംഭവത്തിൽ നിന്ന് മാത്രം ഞങ്ങൾ മനസ്സിലാക്കുക. ഇങ്ക് ആവാത്തതല്ല ഡിലീറ്റ് ആക്കടെ ഒഴിവാക്കടെ അത് അങ്ങനെ ഇങ്ങനെ ചൊന്നിട്ട് ഉരുണ്ടു മരിടല്ലാണ്ട് യഥാർത്ഥത്തിൽ പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയെങ്കത്തെ ഇമാമിങ്ങളെ സരണിയിൽ നിൽക്കണ്ടായെങ്കിൽ ഒരാൾക്കും ഈ ചൊന്ന ഇങ്ങളെ ധർമ്മത്തിൽ കൊടുക്കുക സാധ്യമേ അല്ല. അത് യഥാർത്ഥത്തിലുള്ള സുന്നത്ത് ജമാഅത്താണ്, ഇസ്ലാമാണ്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കൂ തീറ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും.